ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനമാണ് നമ്മൾ ഈ പഠന പരമ്പരയിലൂടെ ദൈവസന്നിധിയിൽ പഠനത്തിനായിട്ട് നമ്മെ സമർപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹായെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തെക്കുറിച്ചും കൊരിന്ത് പട്ടണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹായും കൊരിന്ത് സഭയും തമ്മിലുള്ള ബന്ധമാണ് പഠന വിഷയമാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത്. പൗലോസ്ലീഹ തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്ത് സഭയിൽ എത്തിച്ചേർന്നുവെന്ന് തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. കർത്താവിൻ്റെ അരുമശിഷ്യനും ഭാരതത്തിൻ്റെ അപ്പോസ്തലനുമായ മർത്തോമാസ്ലീഹ AD 52 ഭാരതത്തിൽ വന്ന് കർത്താവിൻ്റെ സുവിശേഷം ഈ ഭാരതഭൂമിയിൽ വാരി വിതറി. അതോടൊപ്പം പരിശുദ്ധനായ പൗലോസ്ലീഹ AD 51-54 കാലഘട്ടങ്ങളിൽ കൊരിന്ത് സഭയിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അഥേനയിൽ നിന്നും പൗലോസ്ലീഹ കൊരിന്ത് പട്ടണത്തിൽ എത്തിച്ചേരുകയും 1.5 വർഷക്കാലം, വ്യക്തമായി പറയുന്നുണ്ട്, 18 മാസം അവിടെ താമസിച്ച് സുവിശേഷം പ്രഘോഷിക്കുകയും ദൈവവചനം ഉപദേശിച്ചും കൊണ്ട് അവിടെ താമസിച്ചു. 18-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അനേകം ആളുകൾ യവനന്മാരിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച് അവിടെ ഒരു സഭ, ക്രൈസ്തവ സഭ അവിടെ രൂപം കൊണ്ടു എന്ന് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 1-ാം ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. അത് പൗലോസ്ലീഹ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിരുന്നുവല്ലോ. 1 കൊരിന്ത്യർ 5:9. അപ്പോൾ ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ മുന്നമേ നിങ്ങൾക്ക് എഴുതിയിരുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യയിലെ ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ കൊരിന്ത്യർക്ക് മുൻകൂട്ടി പൗലോസ് കത്തുകൾ അയച്ചിട്ടുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുകയാണ്, 3-ാം പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ 2 പ്രാവശ്യം പൗലോസ്ലീഹ കൊരിന്ത് സഭ സന്ദർശിച്ച് കഴിഞ്ഞു. അവിടെ സഭ സ്ഥാപിക്കുകയും അവിടെ സന്ദർശനം കഴിഞ്ഞു. ഈ 2 പ്രാവശ്യത്തെ സന്ദർശനം കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, ഇനി 3-ാം പ്രാവശ്യവും കൊരിന്ത് സന്ദർശിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ അധ്യായം തന്നെ 2 കൊരിന്ത്യർ 13
ഒന്നാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഈ മൂന്നാം പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ മിഷണറി യാത്രയിൽ കൊരിന്തിൽ സഭ സ്ഥാപിക്കുകയും അവിടുത്തെ ദൈനംദിനമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോ പ്രാവശ്യവും കത്തുകളിലൂടെയും തൻ്റെ സന്ദർശനത്തിലൂടെയും കൊരിന്ത് സഭയെ ക്രിസ്തീയമായ മാർഗത്തിൽ നയിക്കുവാൻ തക്കവണ്ണം വളരെ ശക്തമായും വളരെ വാത്സല്യപൂർവവും കൊരിന്ത് സഭയുമായി ബന്ധപ്പെട്ടിരുന്ന അപ്പോസ്തലനായിരുന്നു പൗലോസ്ലീഹ. വീണ്ടും പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വളരെ ഹൃദയവേദനയോടും മനോവ്യസനത്തോടും കൂടെ പൗലോസ്ലീഹ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: 2 കത്തുകളിലും തൻ്റെ ശുശ്രൂഷകൾ പൂർണ്ണമായി മനസ്സിലാക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും കൊരിന്ത്യക്കാർക്ക് കഴിയാത്തത് മൂലം വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. കൊരിന്ത്യയിലെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് വളരെ മനോവേദനയോടും കഷ്ടതയോടും കൂടെ ഹൃദയം വേദനിക്കുന്ന രീതിയിൽ പൗലോസ്ലീഹ അവർക്ക് കത്തെഴുതുന്നത് കാണുവാൻ സാധിക്കും. ഈ ഒരു കത്തിൽ കൊരിന്ത്യരെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ വേദനിപ്പിക്കുന്ന, മാനസാന്തരമുളവാക്കുന്ന, പശ്ചാത്താപമുളവാക്കുന്ന ഒരു കത്താണ് പൗലോസ്ലീഹ അവർക്ക് എഴുതിയത് എന്നും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പൗലോസും കൊരിന്ത് സഭയുമായുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. അടുത്ത ഭാഗമായിട്ട് 4-ാമത്തെ ചിന്ത, ഈ കൊരിന്ത്യ സഭയിൽ എഴുതുവാനും ഈ ലേഖനം ഇപ്രകാരം വേദനയോടുകൂടെ എഴുതുവാൻ തക്കവണ്ണം കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ തിരുവചന പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊരിന്ത് സഭയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരവും മറുപടിയും എന്ന നിലയിലാണ് ഈ കൊരിന്ത്യ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ലേഖനത്തിലൂടെ, പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. There were a number of problems in Corinthian church to which Saint Paul responds in this letter. ആ പ്രശ്നങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. 5 പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് പ്രധാനമായും ഒന്നാമത്തത് ഡിസ്യൂണിറ്റി ഓഫ് ദ ചർച്ച്, സഭയിൽ ഐക്യമില്ലായ്മ. അത് വേദഭാഗ പഠന പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. കൊരിന്ത് സഭയിൽ രൂപം കൊണ്ടതായ ചില മൗലിക പ്രശ്നങ്ങൾ, സഭയിൽ ചില നേതാക്കന്മാരുടെ ചുറ്റുവട്ടം രൂപീകൃതമാകുകയും ആ നേതാക്കന്മാരുടെ പ്രത്യേക ഗ്രൂപ്പുകളായി മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അവർ പലവരായി വിഭജിക്കപ്പെട്ടു പോകുന്ന ഒരനുഭവം. ക്രിസ്തീയ സഭ ഒന്നായി നിലനിൽക്കുമ്പോൾ തന്നെ നേതാക്കന്മാരുടെ പേരിൽ പല വിഭാഗീയതകൾ കൊരിന്ത് സഭയിൽ വളർന്നു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി കൊരിന്ത് സഭയിൽ പൗലോസിന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്.
രണ്ടാമതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നത് ഡോക്ട്രിനൽ സ്പെക്കുലേഷൻസ് ആണ്. സിദ്ധാന്തപരമായ ഊഹാപോഹങ്ങളും വ്യതിയാനങ്ങളും കൊരിന്ത് സഭയിൽ രൂപം കൊണ്ടു. സഭയുടെ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ഉപരിയായി വ്യക്തികളുടെ ജ്ഞാനത്തിനും പ്രാഗൽഭ്യത്തിനും വില കൊടുക്കുന്നതായ സമൂഹമായി കൊരിന്ത് സഭ മാറ്റപ്പെടുന്നു എന്നുള്ളത്, അതിലുള്ള വേദനയിലാണ് പൗലോസ്ലീഹ ഈ കത്തെഴുതുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കൊരിന്ത് സഭയിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി ഡോക്ട്രിനൽ സ്പെക്കുലേഷൻസ്, പുതിയ സിദ്ധാന്തങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളെയും ക്രിസ്തീയ വിശ്വാസത്തെയും പിന്നോട്ടാക്കിക്കൊണ്ട് ജ്ഞാനവാദവും വ്യക്തികളുടെ ബുദ്ധിയിലും വ്യക്തിപരമായ നേതൃത്വത്തിലും സ്വാധീനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൊരിന്ത് സഭയിൽ കാണുവാനായിട്ട് ഇടയായി. ഇറോണിക് അല്ലെങ്കിൽ ഇറോനസ് ടീച്ചിങ്സ്, സിദ്ധാന്തപരമായ വ്യതിയാനങ്ങൾ സഭയിൽ രൂപം കൊണ്ടു. മതപരമായ ജീവിതത്തിനും പാരമ്പര്യങ്ങൾക്കും വിശ്വാസത്തിനും അതീതമായി ജ്ഞാനവാദം പ്രാധാന്യമർഹിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് പൗലോസ്ലീഹ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഈ ലേഖനത്തിലൂടെ ഉപദേശങ്ങൾ നൽകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് മോറൽ ഫെയിലുവർ, അധാർമികത, ധാർമ്മികമായ പരാജയം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക നൽവരങ്ങളുള്ള ഒരു സഭയായിരുന്നു കോരിന്ത് സഭ. അവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിച്ചതും ക്രിസ്തീയ സഭയ്ക്ക് രൂപം കൊടുത്തതും ക്രിസ്തീയ സഭയെ വളർത്തുവാൻ ആവശ്യമായ നന്മകളും കൃപാവരങ്ങളുമൊക്കെയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം അടിസ്ഥാനമിട്ടതുമായ പൗലോസ് നൽകിയതായ അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് ധാർമ്മികമായ അധഃപതനത്തിലേക്ക് വഴുതി വീഴുവാനായിട്ട് തുടങ്ങിയപ്പോൾ പൗലോസ്ലീഹ യഥാർത്ഥ ധാർമ്മികതയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടപെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ഡീലിംഗ് വിത്ത് പേഗൻ റിലീജിയൻസ്, വിജാതീയ മതങ്ങളുടെ അധിനിവേശവും അതോടൊപ്പം തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും വിഗ്രഹാർപ്പിതമായ വസ്തുക്കൾ കഴിക്കുന്നതും സംബന്ധിച്ച് സത്യ ഉപദേശം ഈ വേദഭാഗങ്ങളിലൂടെ പൗലോസ്ലീഹ നൽകുന്നു. അഞ്ചാമതായിട്ട് കാണുന്നത് സെൽഫ് സെൻറ്റേഡ്നെസ് ആണ്, സ്വാർത്ഥത. കൊരിന്ത് പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ളതും സാമ്പത്തികമായി വളർന്ന വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നതുമായ ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു. ഈ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങളിൽ നിന്നും അകന്ന് ആത്മീകമായി ലഭിച്ചതായ നൽവരങ്ങളെ അവഗണിച്ചുകൊണ്ട് അവരുടെ സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുന്നത് കണ്ടപ്പോൾ അവരെ യഥാർത്ഥമായ പാതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ ആഗ്രഹിച്ചുകൊണ്ട്
കത്തെഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 5 തരത്തിലുള്ള പ്രതിസന്ധികളാണ് കോരിന്ത് സഭയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ചർച്ച് ഡിസ്യൂണിറ്റി, രണ്ടാമതായിട്ട് ഡോക്ട്രിനൽ സ്പെക്കുലേഷൻസ്, മൂന്നാമതായിട്ട് മോറൽ ഫെയിലുവർ, നാലാമതായിട്ട് ഡീലിംഗ് വിത്ത് പേഗൻ റിലീജിയൻസ്, അഞ്ചാമതായിട്ട് സെൽഫ് സെൻറ്റേഡ്നെസ്. ഇങ്ങനെയുള്ള 5 പ്രോബ്ലംസ് കോരിന്ത് സഭയിൽ നിലനിന്നിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ അവരെ നിലനിർത്തുവാൻ തക്കവണ്ണം കൊരിന്ത് ലേഖനത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് വേഴ്സസ് കമ്മ്യൂണിയൻ വിത്ത് ഡാർക്ക്നെസ്. ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിലനിൽക്കുവാനും അന്ധകാരത്തിൻ്റെ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ദ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കൊരിന്തിലുള്ള വിശ്വാസികളെ ഈ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ആ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നതായ ദൗത്യമാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. കൊയിനോണിയ ഗ്രീക്ക് പദമാണ്. കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ബന്ധം. ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്, സൃഷ്ടിയുടെ ഉദ്ദേശം കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള അടുത്ത ആഴമായ ബന്ധത്തിൽ, ആ കൂട്ടായ്മയിൽ നിലനിൽക്കുവാനും ആ സന്തോഷം അനുഭവിക്കുവാനുമാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ആ ദൈവികമായ ബന്ധം, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, കമ്മ്യൂണിയൻ വിത്ത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കമ്മ്യൂണിയൻ വിത്ത് ദ ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സഭയുമായി കർത്താവ് ശിരസാകുന്ന, ശരീരമാകുന്ന സഭയുടെ പിതാവുമായുള്ള, ദൈവവുമായുള്ള, ക്രിസ്തുവുമായുള്ള കമ്മ്യൂണിയൻ, കൂട്ടായ്മയാണ് ക്രിസ്തീയ സഭയുടെ നിലനിൽപ്പും വളർച്ചയും അനുഗ്രഹവുമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്ന ഒന്നല്ല. ഇത് നമ്മളുടെ ആത്മശരീര മനസ്സുകളുടെ ശുദ്ധീകരണത്തിലൂടെയും ദൈവവുമായുള്ള നിരന്തരമായുള്ള സംസർഗത്തിലൂടെയും നാം നേടിയെടുക്കുന്ന അനുഗ്രഹമാണ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ആഴമായ ബന്ധം. ഇവിടെ കോരിന്ത് സഭയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് കൊരിന്ത് ലേഖനത്തിലൂടെ വളരെ സ്പഷ്ടമായിട്ട് ഓരോ വിഷയങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാര മാർഗങ്ങളാണ് പൗലോസ്ലീഹ ഇവിടെ ലേഖനത്തിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന വണ്ണം തൻ്റെ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് നൽകുന്നതായ ചില നിർദ്ദേശങ്ങൾ 1-ാം അധ്യായം 10 മുതൽ 3-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങളിലൂടെ ഫാക്ഷണലിസം, സഭയിലെ വിഭാഗീയത, കക്ഷിവഴക്കുകൾ, ഇതിനെ വളരെ ശക്തമായി അത് ഒഴിവാക്കുവാൻ തക്കവണ്ണമുള്ള നിർദ്ദേശങ്ങൾ പൗലോസ്ലീഹ നൽകുകയാണ്. 4-ാം അധ്യായം 1 മുതൽ 21 വരെയും 6-ാം അധ്യായം 1 മുതൽ 8 വരെയുമുള്ള വാക്യങ്ങളിൽ സിവിൽ ലോ സ്യൂട്ട്സ്, വ്യവഹാരങ്ങൾ, വഴക്കുകൾ തീർക്കുവാനുള്ള പരിഹാരങ്ങൾ,
ആ വ്യവഹാരങ്ങൾ സഭയിലുണ്ടായപ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പൗലോസ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് 5-ാം അധ്യായം 1 മുതൽ 13 വരെയും 7-ാം അധ്യായം 40 വരെയുമുള്ള വാക്യങ്ങളിലൂടെ സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, ലൈംഗിക അധാർമികത കൊരിന്ത് സഭയിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളുമാണ് മൂന്നാമതായിട്ട് പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ നൽകുന്നത്. നാലാമതായിട്ട് സാക്രിഫൈസ്ഡ് ടു ഐഡൽസ്, വിഗ്രഹാരാധനയും വിഗ്രഹാർപ്പിത വസ്തുക്കളും ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും യഥാർത്ഥമായ ക്രിസ്തീയ മൂല്യങ്ങൾ എന്താണെന്ന് സഭയെ ഉദ്ബോധിപ്പിക്കുന്ന വേദഭാഗവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നാലാമതായിട്ട് ഈ വിഗ്രഹാർപ്പിതങ്ങളും വിഗ്രഹാരാധനയും ശക്തമായി അപലപിക്കുന്നതോടൊപ്പം ക്രിസ്തീയ മൂല്യങ്ങളെ കാണിച്ചു കൊടുക്കുന്നതോടൊപ്പം 5-ാമതായിട്ട് പൗലോസ്ലീഹ ഇവിടെ ചെയ്യുന്നത് യൂക്കറിസ്റ്റിക് തിയോളജി ആൻഡ് പ്രാക്ടീസ്, ആരാധനയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം, വിശുദ്ധ കുർബാന അനുഭവം, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങളുടെ ആഘോഷവും അനുഭവവും തമ്മിലുള്ള സംബന്ധിച്ചുള്ള പ്രബോധനം ആണ് 5-ാമതായിട്ട് പൗലോസ്ലീഹ നൽകുന്നത്. തൻ്റെ പഠിപ്പിക്കലിൽ വിശുദ്ധ രഹസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. 6-ാമതായിട്ട് 12-ാം അധ്യായം 1 മുതൽ 14-ാം അധ്യായം 40 വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയ നൽവരങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ നൽവരങ്ങൾ ദൈവകൃപയാൽ വ്യക്തികൾക്ക് ലഭിക്കുന്നതായ പ്രത്യേക വരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ വ്യക്തികളുടെ കൃപാവരങ്ങളിലൂടെ സഭ കെട്ടുപണിയപ്പെടുന്ന ഒരനുഭവം, ആത്മീയമായ നൽവരങ്ങളുടെ ലക്ഷ്യം അതാണെന്ന് പൗലോസ്ലീഹ കൊരിന്ത് സഭയെ പഠിപ്പിക്കുന്നു. 7-ാമതായിട്ട് റിസറക്ഷൻ ലൈഫ്, പുനരുത്ഥാന ജീവിതം. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ പുനരുത്ഥാന അനുഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യേശുതമ്പുരാൻ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആ കർത്താവിൻ്റെ തിരുമൊഴി വളരെ വ്യക്തമായിട്ട് കൊരിന്ത് സഭയെ പഠിപ്പിക്കുന്നു. റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് റിസറക്റ്റഡ് ലൈഫ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച് തൻ്റെ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ലേഖനം ശരിയായി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി സഭയിൽ യോഗ്യമായി പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ടല്ല, പ്രശ്ന പരിഹാരത്തിനായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, പ്രതിജ്ഞാബദ്ധരായി തീരുവാൻ തക്കവണ്ണം പൗലോസിൻ്റെ ഈ ലേഖനത്തിലൂടെ ക്രൈസ്തവ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. ഇത് കൊരിന്ത് സഭയിൽ മാത്രമല്ല, ആധുനിക ക്രൈസ്തവ ലോകത്തുള്ള വിഭാഗീയതയുടെയും കക്ഷി വഴക്കുകളുടെയും വ്യവഹാരങ്ങളുടെയും അധാർമികമായ മൂല്യച്യൂതികളുടെയും ഒക്കെ അനുഭവത്തിൽ കൊരിന്ത് സഭ എങ്ങനെ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നുവോ, അതിനുവേണ്ടി എപ്രകാരം പൗലോസ്ലീഹ കൊരിന്ത് സഭയിൽ തൻ്റെ ലേഖനത്തിലൂടെ അവരെ ഉദ്ബോധിപ്പിച്ചുവോ, അപ്രകാരം ആ പൗലോസിൻ്റെ ജീവിത ദർശനങ്ങൾ ഓരോ ക്രിസ്തീയ പൈതലിലും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികളായി, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി നിലനിൽക്കുവാനും സഭയുടെ വളർച്ചയ്ക്കു വേണ്ടി
അഹോരാത്രം പരിശ്രമിക്കുവാനും പൗലോസ്ലീഹ ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. അപ്രകാരമുള്ള ഒരു ക്രിസ്തീയമായ ധാർമ്മിക മൂല്യമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.